السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ അവന്റെ അനുഗ്രഹത്താൽ ഒരു പെരുന്നാളിന്റെ സുദിനം കൂടി നമുക്ക് വന്നു കിട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനുമായി രണ്ട് ആഘോഷങ്ങളാണ് പ്രിയമുള്ളവരെ നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ആഘോഷങ്ങളായി പലതും ഉണ്ടായിരുന്നു. അനേകം ആഘോഷങ്ങൾ, കളി വിനോദങ്ങൾ, അങ്ങനെയുള്ള പലതും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ. പ്രത്യേകമായി അവരിൽ ഉണ്ടായിരുന്ന രണ്ട് ആഘോഷങ്ങളെ കുറിച്ച് പറയപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആ രണ്ട് ആഘോഷങ്ങളെക്കാൾ, അവയേക്കാളെല്ലാം ഉത്തമമായ രണ്ട് ആഘോഷങ്ങൾ അല്ലാഹു ഇതാ നിങ്ങൾക്ക് പകരമായി നൽകിയിരിക്കുന്നു. യൗമൽ അദ്ഹ വ യൗമൽ ഫിത്ർ. ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്, ഈ ഉമ്മത്തിന് അറിയിപ്പ് നൽകുകയാണ്. സഹോദരങ്ങളെ സഹോദരിമാരെ, നമുക്ക് ആഘോഷിക്കാനും ആഹ്ലാദിക്കുവാനുമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന ഒരാഘോഷത്തിന്റെ സുദിനത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ സുദിനത്തിൽ, ഈ ആഘോഷവേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി രണ്ട് റക്അത്ത് നിസ്കരിക്കുവാനും തക്ബീർ ധ്വനികളുമായി ഈദ് മുസല്ലയിലേക്ക് വരുവാനും അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഇബാദത്തുകൾ, ആ ആരാധനാ കർമ്മങ്ങൾ, അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നതാണ് രണ്ട് ആഘോഷവേളകൾ. അതിലൊന്ന് അൽഹംദുലില്ലാഹ്, ഒരു മാസ കാലയളവ്, പരിശുദ്ധ റമദാനിന്റെ നോമ്പ്. അതിനുശേഷം ഇതാ ഈദുൽ ഫിത്റിന്റെ ദിനത്തിലാണ് നമ്മൾ ഉള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ട മഹത്തായ ഒരു ഇബാദത്തിന് ശേഷം ഒരു സന്തോഷത്തിന്റെ സുദിനം. അതുപോലെ തന്നെ വലിയ പെരുന്നാൾ, ബലിപെരുന്നാൾ, ആ ബലിപെരുന്നാൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ, അതിനുശേഷം അതാ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷത്തിന്റെ ഒരു
ദിവസം യൗമുൽ അദ്ഹ നിശ്ചയിച്ചു നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു നിശ്ചയിച്ച സർവ്വ സന്തോഷങ്ങളും റബ്ബിനുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ടു കിടക്കുന്നത് മാത്രമാണ്. നമുക്കുള്ള എല്ലാ സന്തോഷവും ദുനിയാവിൽ, എല്ലാ ആഹ്ലാദവും പ്രിയമുള്ളവരെ ഇബാദത്തുകളിലൂടെയാണ്. ഏതൊരു റബ്ബാണോ നമ്മെ പടച്ചത്, ആ റബ്ബിന്റെ യഥാർത്ഥ അടിമകളായി തീരുന്നതിലൂടെയാണ് നമുക്ക് സന്തോഷം. ഇതാ ഇന്ന് ഈ വന്നിരിക്കാനും ഇവിടെ 2 റക്അത്ത് നിസ്കരിക്കുവാനും ഈ ഉത്ബോധനം കേൾക്കുവാനും നമ്മെ പ്രേരിപ്പിച്ച ഘടകമെന്താണ് പ്രിയമുള്ളവരെ? ഒരു മാസക്കാലത്തെ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നോമ്പ് നിർബന്ധമാക്കി. ആ നോമ്പ് ഒരു മാസം പൂർത്തീകരിച്ചു റബ്ബിനുള്ള അനുസരണമായി കഴിഞ്ഞുകൂടി. അതിനുശേഷം ഇതാ സന്തോഷിക്കുവാൻ, ആ സന്തോഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആരംഭിച്ചത് തക്ബീർ ധ്വനികളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, നമ്മുടെ സന്തോഷത്തിന്റെ തുടക്കം നോക്കൂ, ഈ ദിവസത്തിൽ തക്ബീർ ധ്വനികളാണ്. എന്താണ് നാം ഉരുവിട്ട ആ തക്ബീറിന്റെ ധ്വനികൾ? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അതാവർത്തിച്ചു പറയുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വലിയവൻ എന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളതാ വീണ്ടും പ്രഖ്യാപിക്കുന്നു. ഏതൊരു റബ്ബാണോ ഏറ്റവും വലിയവനാണെന്ന് നാം പ്രഖ്യാപിച്ചത്, ആ റബ്ബ് മാത്രമാണ് ആരാധനയ്ക്ക് അർഹതയുള്ളവനും. അവനല്ലാത്ത മറ്റൊരു ശക്തിയുമില്ല. ഏറ്റവും വലിയവൻ, എല്ലാ അർത്ഥത്തിലും വലിപ്പമുള്ളവൻ അല്ലാഹുവാണ്. അതാണ് നാം പറഞ്ഞ ഉരുവിട്ട അല്ലാഹു അക്ബർ എന്ന വാക്ക്. പ്രിയമുള്ളവരെ, ആ വാക്ക് ഏതൊരു റബ്ബിനെ കുറിച്ചാണോ പറഞ്ഞത്, അവന് മാത്രമേ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ ഇബാദത്തും നാം വകവെച്ച് നൽകാൻ പാടുള്ളൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം ഉച്ചരിക്കുന്ന ആ കലിമത്തു ഷഹാദ. എന്നിട്ട് നാം വീണ്ടും അല്ലാഹുവിന് നാം നന്ദി പറയുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നോമ്പുമായി ബന്ധപ്പെട്ട ആയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞതായി നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയിൽ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. എണ്ണങ്ങൾ, മാസം, ആ മാസത്തിലെ ദിവസങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്കിതാ തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അങ്ങനെ ആ തൗഫീഖ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു ഈ നോമ്പിലേക്ക്, ഈ ഇബാദത്തുകളിലേക്ക്, നിസ്കാരത്തിലേക്ക്, തക്ബീർ ധ്വനികളിലേക്ക്, ഇതിലേക്കെല്ലാം മാർഗദർശനം നൽകി. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്കെന്ത് എത്ര വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയാലും പ്രിയമുള്ളവരെ, ഒന്നിനും പകരം നിൽക്കാത്ത അനുഗ്രഹമാണ് ഇതാ നാം ഇരിക്കുന്ന ഈ അവസ്ഥ എന്നത്. നാം സുജൂദ് ചെയ്തത് നമ്മുടെ റബ്ബിന് വേണ്ടിയിട്ടാണ്. ആകാശഭൂമികളുടെ സട്ടാവ്, സർവ്വലോകങ്ങളുടെയും റബ്ബായ അല്ലാഹു, അവന്റെ മുന്നിലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശറഫാക്കപ്പെട്ട അവയവം, നമ്മുടെ മുഖം, നമ്മുടെ നെറ്റി, നാം അത് വെച്ചിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് സുജൂദിൽ വീണിട്ടുള്ളത് നമ്മുടെ റബ്ബിന് വേണ്ടിയിട്ടാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ഇസ്ലാമിലേക്ക്, ഈ ദീനിലേക്ക് ഹിദായത്ത് നൽകി എന്നത് മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മറ്റെല്ലാ അനുഗ്രഹങ്ങളും പകരം നിൽക്കും, ഒന്നല്ലെങ്കിൽ മറ്റേത്, ഒന്നല്ലെങ്കിൽ വേറത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹം അതിന് പകരമായി മറ്റൊന്നുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് നാം ഇതാ റബ്ബിന് സുജൂദ് ചെയ്യാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് മുന്നിൽ സുജൂദ് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം അല്ലാഹു ഉണ്ടാക്കുവാൻ അവന് പ്രയാസമില്ലാത്ത കാര്യമാണ്. അല്ലാഹു നമ്മെ തെരഞ്ഞെടുത്ത് റബ്ബിന് തക്ബീർ ധ്വനികളുമായി അവന് നിസ്കരിക്കാൻ വേണ്ടി, അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഈദ് മുസല്ലയിലേക്ക് അല്ലാഹു നമ്മെ എത്തിച്ചിരിക്കുകയാണ്. മസ്ജിദുകളിലേക്ക് അല്ലാഹു നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ഇത് അല്ലാഹു നമുക്ക് നൽകിയ ഹിദായത്താണ്. അതിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ അല്ലാഹുവിന് തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് നാം കടന്നു വന്നത്. നാം മാസം കണ്ടത് മുതൽ, അതല്ലെങ്കിൽ റമദാൻ പൂർത്തീകരിച്ചത് മുതൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു.
അത് നമുക്ക് അല്ലാഹു നൽകിയ ഹിദായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വലഅല്ലകും തശ്കുറൂൻ, അല്ലാഹുവിന് നന്ദിയുള്ള അടിമകളായി തീരുവാൻ വേണ്ടി. അതെ, ആ നന്ദി കാണിക്കലാണ് പ്രിയമുള്ളവരെ ഇവിടെ നാം വന്നുകൂടിയിട്ടുള്ള നിസ്കാരവും ഈ ഉത്ബോധന പ്രസംഗവുമെല്ലാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കെല്ലാ സന്തോഷവും ആഹ്ലാദവും റബ്ബിന്റെ അടിമകളായി നാം അവന് കീഴൊതുങ്ങുമ്പോൾ മാത്രമാണ്. റമളാൻ കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു. ഒരു മാസത്തെ ഇബാദത്തുകൾക്ക് ശേഷം ഇതാ റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിന് വേണ്ടി വീണ്ടും അവസാനിക്കുന്നില്ല. വീണ്ടും റബ്ബിന്റെ മുന്നിൽ സുജൂദുകളുമായി തക്ബീറുകളുമായി അല്ലാഹുവിലേക്ക് വീണ്ടും നമ്മൾ ഇങ്ങനെ അടുക്കുവാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിലുടനീളം ഇതാ പരിശുദ്ധ റമളാനിൽ നാം ഒരു മാസക്കാലം അല്ലാഹു നമുക്ക് നിശ്ചയിച്ച തഖ്വ അത് സ്വരുക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് മരിക്കുന്നതുവരെ ആ റമളാനിലെ ഒരു മാസക്കാലം പോലെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ലോകം കഴിഞ്ഞപ്പുറത്തേക്ക് നാം ദുനിയാവിലെ ഈ ലോകത്തെ നമ്മുടെ ജീവിതം കഴിഞ്ഞ് പരലോകത്തേക്കുള്ള യാത്ര തുടങ്ങുന്ന ആ സമയം മുതൽ നമുക്ക് പെരുന്നാളിന്റെ ദിവസം പോലെയാണ്. നമുക്ക് സന്തോഷമാണ്. നമ്മുടെ സന്തോഷം അതുമുതൽ വീണ്ടും വർദ്ധിക്കുകയാണ്. കാരണം മലക്കുകൾ വന്നുകൊണ്ട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സന്തോഷ വാർത്തയുമായിട്ടാണ് ഒരു മുഅ്മിനിന്റെ അടുക്കലേക്ക് വരിക. അഥവാ എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചു, ശേഷം ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചു. ആ ഇസ്തിഖാമത്താണ് പ്രിയമുള്ളവരെ ഒരു മാസക്കാലം അല്ലാഹു പരിശുദ്ധ റമളാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ ഒരാൾ ജീവിച്ച് മുന്നോട്ട് പോയാൽ അയാൾക്ക് മരണമാസന്നമാകുമ്പോൾ അയാളിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരും. എന്നിട്ട് അയാളോട് പറയും, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, മറിച്ച് സന്തോഷിച്ചു കൊള്ളുക. ഈ സന്തോഷം ഈദുൽ ഫിത്ർ നാം വന്നിരിക്കുമ്പോൾ ഇനി അങ്ങോട്ട് നമുക്കുണ്ടാകുന്ന സന്തോഷം ദുനിയാവിലെ സന്തോഷമാണ്. ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ സന്തോഷം നമുക്ക് അടുത്ത ഈദിനാണ് കിട്ടുക. എന്നാൽ പ്രിയമുള്ളവരെ മരിക്കുമ്പോൾ ആ സമയം ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച ഒരു അടിമക്ക് പിന്നീട് അങ്ങോട്ട് സന്തോഷങ്ങൾ മാത്രമാണ്. ആ സന്തോഷത്തിലേക്കുള്ള വാതിലാണ് പ്രിയമുള്ളവരെ റമളാനിന്റെ ഒരു മാസക്കാലം അള്ളാഹു നമ്മെ പരിശീലിപ്പിച്ചത്. അള്ളാഹു പറഞ്ഞില്ലേ ലഅല്ലകും തത്തഖൂൻ. റമളാൻ എന്നത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു സംസ്കരണ പാഠശാലയായിരുന്നു. ഒരു മാസക്കാലം ഒരു കോളേജിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പ്രവേശിച്ചു എന്ന് വിചാരിച്ചാൽ ആ കാലയളവ് കഴിഞ്ഞ് നാം ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കേണ്ട ബിരുദം, നമുക്ക് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നാം ഓരോരുത്തരും മുത്തഖിയായി എന്നുള്ളതാണ്. അത് നാം വീണ്ടും വിചാരം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകളും നോട്ടങ്ങളും സംസാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും എല്ലാം പുനഃപരിശോധിച്ച് ഇനി അങ്ങോട്ട് മരണം വരെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ മരിക്കുന്നതുവരെ, യഖീനായ മരണം വന്നെത്തുന്നതുവരെ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അങ്ങനെ അവന്റെ അടിമയായി ജീവിച്ച് മുന്നോട്ട് പോവാനാണ് പ്രിയമുള്ളവരെ നാം പരിശ്രമിക്കേണ്ടത്. അതിലാണ് നമുക്ക് എല്ലാ സന്തോഷവും. ദുനിയാവിൽ തഖ്വയുടെ അനന്തര ഫലങ്ങളായി ധാരാളം അല്ലാഹുവിന്റെ കിതാബിൽ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അറിവ് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിജയവും പ്രതാപവും സന്തോഷവും സമാധാനവും എല്ലാം ദുനിയാവിലെ തഖ്വയുടെ അനന്തര ഫലങ്ങളാണ്. പരലോകത്തും മുത്തഖീകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച വിശാല വിസ്തൃതമായ ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുള്ള ആ സ്വർഗവും കാത്തിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പ്രിയമുള്ളവരെ പരിശോധിച്ചു നോക്കൂ. ഇന്നൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞതായി കാണാം. മുത്തഖീങ്ങൾ സ്വർഗത്തിൽ, മുത്തഖീങ്ങൾ സ്വർഗ പൂന്തോപ്പിൽ, മുത്തഖീങ്ങൾക്ക് ഇന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക, തഖ്വ കൈക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം അത് മരണം വരെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിലാണ് നമുക്ക് എല്ലാ സന്തോഷവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. അതിലൊന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോൾ. അതല്ലെങ്കിൽ ഇതാ ഈ പെരുന്നാളിന്റെ സന്ദർഭത്തിൽ നോമ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ
നഗ്ന നേത്രങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ കാണാനുള്ളതാണ് പ്രിയമുള്ളവരെ. ആ രണ്ട് സന്തോഷങ്ങളും ഒരുമിച്ച് നേടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടണം എന്നാണ് എന്നോടെന്നതുപോലെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയമുള്ളവരെ, റമദാനിൽ ഉണ്ടാക്കിയെടുത്ത ആത്മചൈതന്യം, ആ തഖ്വ, ആ സൂക്ഷ്മത, ആ ജീവിത വിശുദ്ധി മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകണമേ, മുറുകെ പിടിക്കണേ എന്നാണ് എന്നോടെന്നതുപോലെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മസ്ജിദുകൾ കാലിയായി പോകരുത്, ജമാഅത്തുകൾ അവസാനിച്ചു പോകരുത്, ജമാഅത്തുകളിലെ തിരക്കുകൾ അവസാനിച്ചു പോകരുത്. നോമ്പ് അവസാനിക്കുന്നില്ല, ഇനിയും ശവ്വാലിന്റെ 6 നോമ്പുണ്ട്. അതുപോലെ ഇനിയും നോമ്പുകൾ അവശേഷിക്കുന്നുണ്ട്. രാത്രി നിസ്കാരം അത് അവസാനിക്കുന്നില്ല. റമദാൻ കഴിഞ്ഞ് ശവ്വാലിന്റെ 1ാമത്തെ ദിവസം തന്നെ രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അങ്ങോട്ടും പ്രിയമുള്ളവരെ, നമുക്ക് രാത്രി നിസ്കാരമുണ്ട്, സ്വതക്കകളുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, നല്ല സ്വഭാവങ്ങളുണ്ട്, നല്ല സംസാരങ്ങളുണ്ട്, എല്ലാ ഇബാദത്തുകളും മരണം വരെയുണ്ട്. റമദാനിൽ ഏതൊരു റബ്ബിനെയാണോ നമ്മൾ സൂക്ഷിച്ചത്, ആ റബ്ബ് തന്നെയാണ് ശവ്വാലിലും അതിനുശേഷവും മരിക്കുന്നതുവരെ, അല്ല അതിനുശേഷവും നമ്മെ കാണുന്നതും നമ്മെ കേൾക്കുന്നതും നമുക്ക് പ്രതിഫലം നിശ്ചയിച്ച് നൽകുന്നതും. അതുകൊണ്ട് നമ്മൾ കേവലം റമദാനികളാവരുത്. റമദാനിൽ മാത്രം ഒരു ഭക്തി, അത് കഴിഞ്ഞാൽ പഴയതുപോലെ പാടില്ല. ഇത് ജീവിതത്തിൽ ഒരു മാറ്റത്തിനുള്ള കാരണമായിരിക്കണം. റമദാനിൽ പരിശീലിച്ചത് മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനമായിരിക്കണം. പ്രിയമുള്ളവരെ, റമദാൻ നമുക്ക് സമ്മാനിക്കേണ്ടത്, റമദാൻ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ നല്ല ഒരു മുത്തഖിയായി, ഇന്ന് മരിച്ചാൽ എന്റെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ എനിക്ക് പറയാൻ മാത്രമുള്ള കർമ്മങ്ങളുമായിട്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പെരുന്നാളിന്റെ ഈ സുദിനത്തിൽ ഏതാനും ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. അതിലൊന്നാമത്തേത്, ഈ കൂടിയതുപോലെ ഈ ഇരുത്തം, അതല്ലെങ്കിൽ ഈ ഒരുമിച്ച് കൂടൽ, മഹ്ശർ, ഖിയാമത്ത് നാൾ, അന്ത്യനാൾ, അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെ അല്ല, ഇതിനേക്കാൾ ഭയാനകരമായ ഒരു അവസ്ഥയിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈ സന്ദർഭം അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാനാ ദിക്കുകളിൽ നിന്നും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ ഈദ് മുസല്ലയിൽ, അതുപോലെയുള്ള മുസല്ലകളിൽ. ആ ഒരുമിച്ച് കൂടൽ അർദുൽ മഹ്ശർ അത് നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും, ഓരോ രക്ഷിതാവും, ഓരോ പിതാവും, ഓരോ സഹോദരനും, ഓരോ ഭർത്താവും ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മൾ നമ്മുടെ കാര്യം, നമ്മുടെ കുടുംബത്തിന്റെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭാര്യമാരുടെ കാര്യം, നമ്മുടെ വീടുകൾ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റാൻ, പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ അത് ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, ചെറിയ മക്കൾ, യുവാക്കൾ, ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ നശിച്ചു പോവാൻ എമ്പാടും വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ പിഴച്ചു പോകരുത്. ഈ പരിശുദ്ധ റമദാനിന്റെ 1 മാസക്കാലം എങ്ങനെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുവോ, എങ്ങനെ നമ്മൾ മസ്ജിദുമായി ബന്ധപ്പെട്ടുവോ, അത് മരണം വരെ തുടർന്നു പോവാൻ പരിശ്രമിക്കുക. യുവാക്കൾ, യുവതികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുപ്പക്കാരികൾ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ചെറിയ പ്രായം, യൗവനം അള്ളാഹു നാളെ ചോദ്യം ചെയ്യും. അള്ളാഹു റബ്ബുൽ ആലമീൻ ചോദ്യം ചെയ്യുന്ന കാലയളവാണത്. ആ സമയത്ത് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, റബ്ബിനുള്ള ഇബാദത്തിനായി വളർന്നു വന്നാൽ, അർശിന്റെ തണൽ ഈ ചെറിയ ചൂടടിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര പ്രയാസമാണ്. നമ്മൾ വിയർക്കുന്നു, പ്രയാസം തോന്നുന്നു. എന്നാൽ സൂര്യൻ വളരെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു സമയമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച അർദുൽ മഹ്ശർ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, തന്റെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് അവനുള്ള ഇബാദത്തിലായി വളർന്നു വന്ന യുവാവിനെ കുറിച്ചാണ് പറഞ്ഞത്. യൗവനം അത് നശിപ്പിച്ചു പോകരുത് എന്ന് പ്രിയമുള്ളവരെ പ്രത്യേകമായി യുവാക്കളോട്, യുവതികളോട്, സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തട്ടെ. അതുപോലെ നേരത്തെ പറഞ്ഞു, ഇബാദത്തുകൾ അവസാനിക്കുന്നില്ല. ഇനിയും നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ മരണം വരെ, നമ്മുടെ ആയുസ് അവസാനിക്കുന്ന അന്ന്, അപ്പോൾ മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിൽ മുന്നേറാൻ പരിശ്രമിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സ്ഥിരമായി അമലുകളിൽ മുഴുകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം കുറഞ്ഞതായാലും സ്ഥിരമായി ചെയ്യുന്നതാണ് എന്ന് നമുക്ക് കാണാം, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, റമദാനിന്റെ 1 മാസക്കാലം പിശാചുക്കളെ, അതിലെ കഠിനന്മാരായ ആളുകളെ അള്ളാഹു ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട്
നമ്മെ സഹായിച്ചിട്ടുണ്ട്. ആ ചങ്ങല അത് പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട്. പിശാചുക്കൾ, അതിലെ കഠിനന്മാരായ ആളുകൾ പഴയതുപോലെ ആയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും കഠിനമായ ശത്രുതയുള്ള നമ്മുടെ ആദമിനോടും ഹവ്വായിനോടുമുള്ള ആ കഠിനമായ വൈരാഗ്യം അവരുടെ മക്കളോടും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്ന് ശപഥം ചെയ്ത് പുറത്തിറങ്ങിയ ഇബ്ലീസ്, പിശാചുക്കൾ, അവർ വീണ്ടും പഴയ പണിയുമായി വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ വഞ്ചിതരായി പോകരുത്. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കാണുന്ന ശത്രുവിനേക്കാൾ കാണാത്ത ശത്രുവിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പ്രിയമുള്ളവരെ, ദുആ, പ്രാർത്ഥന, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ ഒരുപാട് ആളുകളുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ. നമ്മൾ അൽഹംദുലില്ലാഹ് നിർഭയത്വത്തിന്റെ സുഖം അനുഭവിക്കുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകുന്ന വലിയ നിഅമത്താണിത്. ആ നിർഭയത്വം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരുപാട് സഹോദരങ്ങളുണ്ട്. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നമ്മുടെ ദുആകളിൽ അവരെ ഉൾപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് തുറവിയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശത്രുക്കൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചു മടക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് സഹോദരിമാരോട്, സ്ത്രീകളോട് പ്രത്യേകമായുള്ള ഉണർത്തൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറയും, അയ്യുഹന്നാസ് തസദ്ദഖു, ജനങ്ങളെ നിങ്ങൾ സ്വതക്ക നൽകുക. എന്നിട്ട് അവിടുന്ന് സ്ത്രീ ജനങ്ങളോട് പ്രത്യേകമായി പറയും, യാ മഅ്ശറൻ നിസാ, അല്ലയോ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ സ്വതക്ക നൽകുക. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിൻ നാർ, തീർച്ചയായും നിങ്ങളെയാണ് നരകത്തിൽ ധാരാളമായി എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരിമാരോട് പ്രത്യേകമായി സ്വതക്കകൾ നൽകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. അത് അവർക്കുള്ള സൽക്കർമ്മമായി കൊണ്ട് അവരുടെ തെറ്റുകൾ, ന്യൂനതകൾ, അവർക്കുണ്ടാകുന്ന പ്രകൃതിപരമായ പ്രശ്നങ്ങൾ, അതിനൊക്കെയുള്ള പരിഹാരമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്നും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്ക് പാലിക്കാനുള്ള സുന്നത്ത് തിരിച്ചു പോകുമ്പോൾ വ്യത്യസ്തങ്ങളായ വഴി അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബബന്ധം അത് പുലർത്താൻ, ചേർക്കാൻ, അറ്റുപോയത് ഒരുമിപ്പിക്കാൻ നമ്മൾ ഈ സുദിനം അത് പ്രത്യേകമായി ഉപയോഗപ്പെടുത്താൻ, പോകാൻ സാധിച്ചില്ലെങ്കിൽ വിളിക്കാനും പറയാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കുടുംബബന്ധം, സാഹോദര്യബന്ധം അത് ഊട്ടിയുറപ്പിക്കാൻ, ഊഷ്മളമാക്കാൻ പ്രത്യേകമായി എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അവർ പെരുന്നാളിന്റെ ദിവസത്തിൽ പരസ്പരം ആശംസകൾ അറിയിക്കാറുണ്ടായിരുന്നു, കൈമാറാറുണ്ടായിരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അത് കേവലം ഒരു വാക്ക് മാത്രമല്ല, അത് കേവലം ഒരു ആശംസ മാത്രമല്ല, മറിച്ച് അതൊരു പ്രാർത്ഥനയാണ്. തഖബ്ബലല്ലാഹു, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, മിന്ന, നമ്മിൽ നിന്നും, വമിൻകും, നിങ്ങളിൽ നിന്നും. ഒരു മാസക്കാലം അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പരസ്പരം ആശംസകൾ ദുആ രൂപത്തിൽ കൈമാറുക എന്നുള്ളത് പ്രിയമുള്ളവരെ പുണ്യകരമായ കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാ നന്മകൾക്കുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അല്ലാഹുവിന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീൻ പഠിക്കാനും പ്രാവർത്തികമാക്കാനും അതിലായി അല്ലാഹുവിനെ കണ്ടുമുട്ടാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക് ശിഫാവും തുറവിയും ആശ്വാസവും നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളിൽ, നമ്മുടെ ഇടകളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും ആരോഗ്യത്തോടെ, നിർഭയത്വത്തോടെ പരിശുദ്ധ റമളാനും അതുപോലെയുള്ള ഇബാദത്തുകളുടെ സന്ദർഭങ്ങളും മുതലെടുക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. والله تعالى أعلم، وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين. تقبل الله منا ومنكم، والسلام عليكم ورحمة الله وبركاته.